സോ കമ്പയർ ടു സ്റ്റോക്ക് വൈസർ, അതായത് വണ്ടിയിൽ വരുന്ന വൈസർ, പഴയ എക്സ്പൾസിൽ വരുന്ന വൈസർ വെച്ച് നോക്കുമ്പോൾ പുതിയ എക്സ്പൾസിൽ വരുന്നത് കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ വൈസറാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അപ്പോൾ വണ്ടി കാണാൻ അത്യാവശ്യം വലിപ്പമുണ്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ. സോ ഇരുന്ന് നോക്കിയാലും വണ്ടിൻ്റെ മേലെ ഇരുന്ന് നോക്കിയാലും അത്യാവശ്യം വലിയൊരു ADVൻ്റെ ലുക്ക് വരുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എക്സ്പൾസിൽ ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷനാണ്. സോ പല മോഡിഫിക്കേഷൻ എക്സ്പൾസിൽ ചെയ്യാൻ പറ്റും. കുറേ യൂട്യൂബേഴ്സ് പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടി വാങ്ങിയതിന് ശേഷം വലിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. സോ അങ്ങനെ വിചാരിച്ചത് ഇതിൻ്റെ വൈസർ ഒന്ന് മാറ്റിക്കളയാം, വൈസർ ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞാൻ ഇവിടുത്തെ കോയമ്പത്തൂരിലെ പല ബൈക്ക് ആക്സസറി ഷോറൂമിൽ പോയി നോക്കി, പിന്നെ ആമസോണിലും സെർച്ചൊക്കെ ചെയ്തു. അപ്പം എനിക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ വൈസറൊന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ചിലത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ റേറ്റ് 1500 1600 വരുന്നുണ്ട്. ചില യൂട്യൂബേഴ്സ് നല്ല ഹൈറ്റുള്ള ഭയങ്കര ഇത്ര ടോണിലെ വൈസറൊക്കെ യൂസ് ചെയ്ത് കാണാം. അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ത്രൂ അറിഞ്ഞത് പുതിയ, അതായത് OBD2 എക്സ്പൾസ് 2023 എക്സ്പൾസിൽ വരുന്ന വൈസർ പഴയ എൻ്റെ എക്സ്പൾസിൽ ഫിറ്റ് ആവുന്നു. സോ അങ്ങനെ ഞാൻ ഹീറോ ഷോറൂമിൽ MRG, ഇവിടുത്തെ കോയമ്പത്തൂരിൽ MRG ഷോറൂം പോയി ചെക്ക് ചെയ്തു. സോ അവൈലബിൾ ഉണ്ട് അവിടെ. സോ റേറ്റ് ഏകദേശം പറഞ്ഞതൊരു 300 റുപ്പീസാണ്. സോ കമ്പയർ ടു ആഫ്റ്റർ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ 300 വളരെ ചീപ്പാണ്. അതുമാത്രമല്ല ഹീറോ ഡയറക്റ്റായിട്ട് നമ്മൾക്ക് ഹീറോ ഷോറൂം മേടിക്കുന്നതായതുകൊണ്ട് കറക്റ്റ് ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതായിരിക്കും. സോ ഇതാണ് വൈസർ. സോ ക്വാളിറ്റി വൈസ് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്, നല്ല ട്രാൻസ്പെറൻസി ഉണ്ട്. അപ്പം കമ്പയർ ടു 1500 കൊടുത്ത് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങുന്നത് എത്രയും ബെറ്ററാണ് 300 കൊടുത്തിട്ട് നമ്മൾ ഹീറോ ഷോറൂമിൽ തന്നെ അവരുടെ ജെന്യുൻ ആക്സസറീസ് വാങ്ങുന്നത്. അപ്പോൾ നമുക്കിത് സമയം വഹിക്കാതെ വണ്ടിയിൽ ഫിറ്റ് ആവോ, അങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം ലുക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾക്ക് ഈ നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്യാം. പിൻ റിമൂവ് ചെയ്യേണ്ടതാണ് ഇത്. ഇതാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യുന്ന സാധനം. സോ ഈ വൈസർ മാറ്റിയൊക്കെ നമ്മൾക്ക് ഈ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. നമ്മൾ ലാസ്റ്റായിട്ട് വൈസർ റിമൂവ് ചെയ്യാം. പക്ഷേ ഈ സ്ക്രൂ മാത്രം അത്യാവശ്യം ടൈറ്റായിരുന്നു. സോ കമ്പനിയിൽ നിന്ന് വരുമ്പോഴേ നല്ല ടൈറ്റായിരുന്നു അത്. പൊതുവെ അത്ര സ്ക്രൂകളൊന്നും അത്ര ടൈറ്റാക്കാൻ പാടില്ല നമ്മൾ. സോ ഓവർ ടൈറ്റാക്കിയാൽ അത് ബ്രേക്ക് ആവും. സോ നമ്മൾ വൈസർ റിമൂവ് ചെയ്തു. പ്രധാനമായി നമ്മൾ പഴയ വൈസർ പുതിയ വൈസറിലേക്ക് മാറ്റുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബുഷ് നമ്മൾ കീറാതെ ശ്രദ്ധിച്ചെടുക്കണം, അല്ലെങ്കിൽ ഡാമേജ് ആവും ബുഷ്. സോ പഴയ വൈസർ നമുക്ക് ഇവിടെ വെക്കാം. സോ പുതിയ വൈസർ ഫിറ്റ് ആക്കുന്നതിന് മുമ്പേ നമുക്ക് ആ പഴയ വൈസർ വെച്ച സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സോ പിന്നീട് നമുക്കിത് ഈ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പുതിയ വൈസർ എടുക്കാം. പഴയ വൈസറിൻ്റെ ബുഷ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പതിയെ ബുഷ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ഈ റബ്ബർ ബുഷ് എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ വൈബ്രേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റബ്ബർ ബുഷ് വെക്കുന്നത്. വണ്ടി വൈബ്രേറ്റ് ആകുമ്പോഴും ഈ വൈസർ വൈബ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റബ്ബർ ബുഷ്. നമ്മൾ നേരെ ഫിറ്റ് ചെയ്യാം. സോ നമ്മൾ സ്ക്രൂ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം മേലത്തെ രണ്ട് ഭാഗത്തുള്ള സ്ക്രൂ ഇടുക, മുകൾ ഭാഗത്തുള്ള, അതിനുശേഷം താഴെ ഭാഗത്തുള്ള അലൈൻ ചെയ്തിട്ട് ഇടുക. അല്ല ഒരു സൈഡ് 2 സ്ക്രൂ ഇട്ടിട്ട് പിന്നെ ഈ സൈഡിൽ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്ന വരില്ല. സോ ഒരു സൈഡിൽ മാത്രം സ്ക്രൂ ഇട്ടിട്ട് അത് സമയം ഒരു സൈഡിൽ വരുമ്പം ചിലപ്പോൾ അലൈൻമെൻറ്റ് തെറ്റും. ആദ്യം ലൈറ്റായിട്ട് കൈ കൊണ്ട് തിരിച്ചിടാൻ നോക്കുക. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ടൈറ്റ് ആക്കാം. വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, പുതിയ എക്സ്പ്രസ്സിൽ ഈ പുതിയ വൈസറിൻ്റെ കൂടെ ഈ ഒരു ഭാഗത്തായിട്ട്
ഒരു സ്പോഞ്ചിൻ്റെ പീസ് ഉണ്ട്. സോ അത് നമുക്ക് ഈ വൈസർ മേടിക്കുമ്പോൾ അത് കിട്ടില്ല. അത് സെപ്പറേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ പാർട്ട് നമ്പർ ഒന്നും അവർക്ക് അറിയില്ല എന്ന് പറയുന്നത്. സോ അതിന് പകരം ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തിയെന്ന് വെച്ചാൽ പഴയ വാച്ചിൻ്റെ ബോക്സോ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് കിട്ടിയെങ്കിൽ ആ ഒരു സ്പോഞ്ച് നമുക്കിവിടെ വെച്ചാൽ വൈബ്രേഷൻ കുറയും. കാരണം ടോൾ വൈസർ ആകുമ്പോൾ വിൻഡിൻ്റെ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും. അതുകൊണ്ട് നല്ല ഇങ്ങനെ വൈബ്രേറ്റ് ആകാൻ വഴിയുണ്ട് ആ ഒരു കാറ്റിൻ്റെ ഫോഴ്സിൽ. സോ ആ വൈബ്രേഷൻ കുറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്പോഞ്ച് അതായത് ഈ സ്പോഞ്ച് അല്ല, അവർ കമ്പനി വരുന്ന ഒരു പ്രോപ്പർ ഷേപ്പിലുള്ളൊരു സ്പോഞ്ചാണ്. സോ അതിന് പകരം ഈ സ്പോഞ്ച് നമുക്ക് വിചാരിച്ചു. കുറച്ചും കൂടി ആ സ്ക്രൂ ഒന്ന് ലൂസാക്കണം. Push it up in energy. ഓക്കെ, ഇതാണ് ഏകദേശം സെൻറ്ററിലാണ് ഉള്ളത്. സ്ക്രൂ നേരെ ടൈറ്റ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇത് ഫിറ്റ് ചെയ്യൽ. നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. സർവീസ് സെൻറ്ററിൽ പോയാലും അവർ ചെയ്തു തരും. സോ ഒരു സർവീസ് ചാർജ് ഒരു 150 എക്സ്ട്രാ മേടിക്കും നിങ്ങൾ എടുക്കുന്നത്. സോ ഇതൊരു ഈസിയായ വർക്കാണ്. അപ്പോൾ മാക്സിമം വർക്ക് വീട്ടിൽ തന്നെ ചെയ്താൽ നമുക്കും ഒരു പ്രാക്ടീസ് ആകും. കുറേ ലോങ് റൈഡൊക്കെ പോകുമ്പം ഇല്ല വണ്ടിക്ക് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വരും, നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. സോ മാക്സിമം നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ നോക്കുക. ഒരിക്കലും സ്ക്രൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്താൽ അതിന് ത്രെഡ് പോകും. നമുക്കെല്ലാം ചെക്ക് ചെയ്താൽ ടൈറ്റ് ആണോ അത്. ഓക്കെ, ഡൺ. നമുക്ക് അടുത്തത് നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു പീസ് ഫിറ്റ് ചെയ്യാം. അതും കുറച്ച് ഡസ്റ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കഴുകിയാലൊന്നും വാട്ടർ വാഷ് ചെയ്യുമ്പോഴൊന്നും ഇതിനുള്ളിലത്തെ ഡസ്റ്റ് പോവില്ല. ഇങ്ങനത്തെ അവസരങ്ങളിൽ ഈ ഉള്ളിലത്തെ ഈ ചെറിയ പീസൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത്ര ഡസ്റ്റ് നിങ്ങൾ കാണുന്നില്ല. ഞാൻ റെഗുലർലി വാട്ടർ വാഷ് ചെയ്യുന്ന ഒരാളാണ്. വണ്ടി നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷായി വെക്കുന്ന ഒരാളാണ് ഞാൻ. സ്ക്രൂ താഴെ വീണു. ഇതൊക്കെ ശ്രദ്ധിക്കണം. ആ സ്ക്രൂ താഴെ വീഴാതെ ശ്രദ്ധിക്കുക മാക്സിമം. കാരണം സ്ക്രൂ ഒന്ന് മിസ്സായി പോയാൽ പിന്നെ അത് കിട്ടാൻ നിങ്ങൾ ഷോറൂമിൽ തന്നെ പോകേണ്ടി വരും. നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത ഇത് ഫിറ്റ് ചെയ്തു. സോ അടുത്ത് നമുക്ക് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാം. നമ്പർ പ്ലേറ്റിന് കുറച്ച് ഡസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇപ്പോൾ വരുന്ന നമ്പർ പ്ലേറ്റൊക്കെ സ്റ്റഡ് വെച്ച് അടിക്കലാണ്. സ്റ്റഡ് വെച്ച് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്താൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പിന്നീട് ഒരു ആവശ്യത്തിന് റിമൂവ് ചെയ്യണോ അല്ലെങ്കിൽ പഴയതായി മാറ്റണം എന്നുണ്ടെങ്കിൽ നല്ല പ്രയാസമാണ്. ബെസ്റ്റ് ഓപ്ഷൻ പഴയ പോലെ തന്നെ സ്ക്രൂ ആണ്. സോ അങ്ങനെ നമ്മളെല്ലാ പാർട്സും ഫിറ്റ് ചെയ്ത് തിരിച്ച്. സോ വണ്ടി കാണാൻ കുറച്ചുകൂടി വലിപ്പം തോന്നുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. സോ ബാക്കിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ബാക്കിലും അത്യാവശ്യം നല്ല വലിപ്പം തോന്നുന്നുണ്ട്. നമുക്ക് ഇരുന്ന് നോക്കാം. സോ ഇരുന്ന് നോക്കിയാലും വണ്ടിയുടെ മേലെ ഇരുന്ന് നോക്കിയാലും അത്യാവശ്യം വലിയൊരു ADVൻ്റെ ലുക്ക് വരുന്നുണ്ട് ഈ വയസ്സ് വെച്ച് നോക്കുമ്പോൾ. സോ നാളെ ഞാൻ റൈഡ് പോകുന്നുണ്ട് കവ ഐലൻഡിലേക്ക്, പാലക്കാടിലെ കവ ഐലൻഡിലേക്ക്. ആ ഹൈവേയിൽ കൂടെ ഓടിക്കുമ്പോൾ എത്രത്തോളം മിൻ പ്രൊട്ടക്ഷൻ തരുന്നുള്ളത് ശേഷം പറയാം. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പുതിയ വൈസർ. ഹീറോ നല്ലൊരു അപ്ഗ്രേഡാണ് വരുത്തിയിട്ടുള്ളത്. സോ നമ്മൾ പുതിയ വൈസർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നോട്ടീസ് ചെയ്ത 4 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പഴയ വൈസർ വെച്ച് നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡയറക്റ്റ് ഫിറ്റാണ്. സോ നമ്മൾ വേറൊരു മോഡിഫിക്കേഷനും വണ്ടിക്ക് വരുത്തേണ്ടതില്ല. ഡയറക്റ്റ് പഴയ വൈസർ അയച്ചിട്ട് പുതിയ വൈസർ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു റാലി ബൈക്കിൻ്റെ ലുക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അതായത് ഹീറോൻ്റെ ഡക്കാർ റാലിയിലൊക്കെ യൂസ് ചെയ്യുന്ന ബൈക്കിനൊക്കെ അത്യാവശ്യം വലിയൊരു ടോൾ വൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഈ പുതിയ വൈസർ വെച്ച് നോക്കുമ്പോൾ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വൈസറിനെ പറ്റി പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വേറെ നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ബൈ.